ഞാൻ റിച്ചർഡ് പ്രീസ്റ്റ്. എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഞാൻ വസീറിസ്ഥാനിൽ ഉപേക്ഷിച്ചിട്ട് 3 വർഷത്തോളമാകുന്നു. 3 വർഷവും ദിവസവും രാവിലെ ക്രച്ചസിൻ്റെയും വീൽ ചെയറിൻ്റെയും സഹായത്തിൽ ജീവിക്കുന്നു. വാഹി ഹിൽസിലേക്ക് താമസം മാറിയിട്ട് 2 വർഷമായി. ആഞ്ചല ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങളുടെ മകൾ ഇലയെ ഈ കൊല്ലം അതേ സ്കൂളിൽ ചേർത്തു. അതുകൊണ്ട് ഇപ്പോൾ രാവിലെകളിൽ ഞാൻ ഒറ്റയ്ക്കാണ്. വളരെ വലുതാണ് എൻ്റെ വീട്ടിലെ ഗാർഡൻ. ഞാൻ പോർച്ചിൽ ചെന്നിരുന്ന് എപ്പോഴും അവിടുത്തെ എയർബേസിലേക്ക് കോപ്റ്റർ പോകുന്നത് നോക്കിയിരിക്കും. ഈ ജീവിതവുമായി ഞാൻ പൊരുത്തപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. സത്യത്തിൽ ഞാൻ പൊരുത്തപ്പെട്ടില്ല, പെടുകയുമില്ല. ചിലപ്പോൾ അരയ്ക്കു താഴെ വേദന കൂടുമ്പോൾ ഞാൻ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കും. ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. പുതുവർഷം തുടങ്ങി. മാറ്റം മനസ്സിനു വരുത്തി അടുത്തതെന്ത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. രാവിലെ ഏഞ്ചലയും മകളും ഇറങ്ങാൻ നേരം ഞാൻ എൻ്റെ വീൽ ചെയറിൽ പോർച്ച് വരെ ചെന്നിരിക്കും. മകൾക്ക് ടാറ്റ കൊടുത്തിട്ട് ഞാൻ മണിക്കൂറുകൾ അവിടെ ഇരിക്കും. ഈ ഹെലികോപ്റ്റർ സൗണ്ട് എന്നെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ ശബ്ദങ്ങൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ആ ദിവസവും പോർച്ചിലിരുന്ന് ആ ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കി. ഇത്തവണ റെഗുലർ ഹെലികോപ്റ്റർ പോലെ തോന്നിയില്ല. അതിലും വലുത്. ശബ്ദം അടുത്തടുത്ത് വരുന്നു. ഞാൻ ഞെട്ടലോടെ നോക്കി. അതെൻ്റെ ഗാർഡനിലേക്ക് വരുന്നത് പോലെ തോന്നി. തോന്നലല്ല, അത് വരുന്നു. ആ സെറ്റിൽമെൻ്റ് ഏരിയയിൽ 2 വീട് മാത്രമേയുള്ളൂ. അതിലൊന്ന് എൻ്റെ. ആ ഹെലികോപ്റ്റർ എൻ്റെ വീടിന് മുന്നിൽ വന്നു നിന്നു. ലെവൈത്താൻ സിംബൽ വെച്ച വൈറ്റ് കളർ ഹെലികോപ്റ്റർ. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. ഒരു ഫോറിനർ, USA-കാരൻ, കാഷ്യൻ വോൺ. അയാളോട് ഞാൻ പറഞ്ഞു, യു ഫ്ലോ ഇൻ ടു റെസ്ട്രിക്റ്റഡ് എയർ സ്പേസ്. യു ഷുഡ് ഹാവ് ബീൻ ഗൺ ഡൗൺ ബൈ ദ ആർമി. അതിനയാൾ തന്ന മറുപടി, ആൻഡ് യെറ്റ് ഹിയർ ഐ ആം, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹോം. ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ സെൻസ് ഇറ്റ്. ദിസ് ഈസ് സമ്മൺ വിത്ത് സുപ്രീം പവർ. അയാൾ വന്നതും എനിക്ക് വേണ്ടിയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ. ഞാൻ അറിയാത്ത ചില കാര്യങ്ങൾ അയാൾ എനിക്ക് പറഞ്ഞു തന്നു. ദ ട്രൂ പൊട്ടൻഷ്യൽ ഓഫ് വാമ്പയർ സിറം. അതിന് എൻ്റെ കാലുകളെ പഴയതുപോലെ ആക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ടും ഇന്ത്യൻ ഡിഫൻസ് എനിക്കത് പ്രൊവൈഡ് ചെയ്തില്ല. ദേ കുഡ് ഹാവ് ക്യൂർഡ് മീ, ബട്ട് ദേ ചോസ് നോട്ട് ടു. എൻ്റെ മനസ്സിലെ പലതും ഉടഞ്ഞ നിമിഷം. കൂടുതൽ എന്നെ തളർത്തിയത് അതിപ്പോൾ നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ടും മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്നു. മേ ബി അർണവായിരിക്കുമോ? എങ്കിൽ അവനും ഇതിൽ പങ്ക് കാണും. എന്നാൽ കേശൻ എന്നെ തളർത്തിയില്ല. ഹി വാണ്ട്സ് ടു ഓഫർ മീ സംതിങ് എൽസ്. അവരുടെ തന്നെ സെറം, ഡയമണ്ട് ഫിസ്റ്റിൻ്റെ പവർ നൽകുന്ന റിസറക്ഷൻ സെറം. അക്രം ഖാനിൽ നിന്നു തന്നെയാണ് അവർക്കിതിൻ്റെ തുടക്കം കിട്ടിയത്. അവർ അത് സ്റ്റഡി ചെയ്തു, ഡൈസെക്റ്റ് ചെയ്തു. ഒടുവിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അവർ വളരെ അപ്ഗ്രേഡഡായ സെറം ഉണ്ടാക്കി. പക്ഷേ ഇവിടെ ഞാൻ സംശയത്തിലായി. ഞാൻ ചോദിച്ചു, ആം ഐ വർക്കിംഗ് അഗെൻസ്റ്റ് മൈ നേഷൻ ഹിയർ? അതിനയാൾ പറഞ്ഞു, നോ, യു ആർ വർക്കിംഗ് ഫോർ എ ബെറ്റർ ഗവൺമെൻറ്, എ ലാർജർ ഗവൺമെൻറ് എന്ന്. അവരുടെ 5 മെൻ സുപ്രീം കൗൺസിലിലെ ഒരാളാണ് എൻ്റെ പേരും പറഞ്ഞതെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഹൂ ഈസ് ദാറ്റ്? ഹൂ ഈസ് പുള്ളിങ് യുവർ സ്ട്രിങ്സ്? അതിനയാൾ മറുപടി പറഞ്ഞത് അയാളുടെ പേര് പറയാൻ പോലും ആളുകൾ ധൈര്യപ്പെടില്ല എന്നാണ്. എസ്പെഷ്യലി നോട്ട് ഇൻ ദ ഓപ്പൺ. ആ പേര് പറയാൻ എനിക്ക് പറ്റുന്നതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ് എന്നും പറഞ്ഞു. ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ മാൻ. യു കനോട്ട് സ്റ്റോപ്പ് ദ റെയിൻ. റെയിൻ? ഇറങ്ങാൻ നേരം അയാൾ പറഞ്ഞു, ഇന്നേക്ക് 10ാം ദിവസം അവർ എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന്. എന്നിട്ട് എന്നെ നോക്കി, ബൈ മിസ്റ്റർ റിച്ചർഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോണ്ട് കോൾ മീ റിച്ചർഡ്, കോൾ മീ പ്രീസ്റ്റ്, മിസ്റ്റർ പ്രീസ്റ്റ്.